സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ചാവുകടൽ. ഒരു ചരിവ് നിറയെ മീൻ. കടപ്പുറത്ത് കട്ടിയും ത്രാസും വെച്ച് തൂക്കിയല്ല മീനിൻ്റെ അളവും വിലയും നിർണ്ണയിക്കുന്നത്. കണ്ണുകൾ കൊണ്ടാണ് അളക്കുന്നതും തൂക്കുന്നതും. പിന്നെയുള്ളത് കുട്ടവട്ടികളുടെ അളവാണ്. വിൽക്കുമ്പോഴും ദാനം ചെയ്യുമ്പോഴും ആരും തൂക്കി നോക്കാറില്ല. ശൗര്യക്കുട്ടിയുടെ മത്തിവലയിൽ കുടുങ്ങിയ മീനുകളെല്ലാം പെറുക്കി കൂട്ടിയപ്പോൾ ഒരു ചരിവ് മീനുണ്ടായിരുന്നു. 7-8 കിലോ തൂക്കം വന്നേക്കുമെന്ന് ശൗര്യക്കുട്ടി മനക്കണക്ക് കൂട്ടി. അമ്മ കറിക്ക് മാത്രം എടുത്തിട്ട് ബാക്കി അയലന്തരത്ത് കൊടുത്തേക്കണേ. ശൗര്യക്കുട്ടി തനിയെ കടലിൽ പോയി പിടിച്ച മീനാണ്. ആരോടും കണക്ക് ബോധിപ്പിക്കാനില്ല. തരകനോ കോരുകാരനോ കൊടുക്കേണ്ട. ശൗര്യക്കുട്ടി കടലിൽ നിന്ന് കോരിയ മീൻ ശൗര്യക്കുട്ടിക്ക് തോന്നിയ പോലെ ചെയ്യാം. കറിക്കുള്ള മീൻ എടുത്ത് മാറ്റി വെച്ചിട്ട് എമിലി 7 അയൽക്കാർക്ക് മീൻ വിതരണം ചെയ്തു. എൻ്റെ ശൗര്യക്കുട്ടി ഒറ്റയ്ക്ക് കടലിൽ പോയി വലയിട്ട് പിടിച്ചോണ്ട് വന്ന മീനാ. ആ പൊങ്ങും തടിയെ കയറിപ്പോയിട്ട് അവൻ ഇത്രയും മീൻ പിടിച്ചാ? മറിയമ്മയ്ക്ക് അതിശയം. അവൻ പറയണത് ഇനിയും പിടിക്കാമെന്നാ. ഒരു ദിവസം തന്നെ 3-4 തവണ കടലിൽ പോകാം. ചെലവൊന്നും ഇല്ലല്ലോ. മണ്ണെണ്ണ വേണ്ട, ചെലവ് കാശ് വേണ്ട, കഞ്ഞിയും കറിയും വെക്കണ്ട, എമിലി വിശദീകരിച്ചു. എന്നാലും ഒറ്റയ്ക്കല്ലേ എമിലി? ഒന്ന് തലങ്ങിറങ്ങി വീണ ആര് കാണാനാ? കരയാണെങ്കിൽ വേണ്ടൂല, കടലല്ലേ. അങ്ങനെ തല കറങ്ങി വീഴാനാണെങ്കിൽ എവിടെല്ലാം വീഴാം. ബൈക്ക് ഓടിക്കുന്നവന് വീഴാലോ, മരത്തിൽ കയറുന്നവന് വീഴാലോ, പോസ്റ്റിൽ കയറുന്നവന് വീഴാലോ. എമിലി പറഞ്ഞ ന്യായം ശരിയെന്ന് കണ്ട് മറിയമ്മ പിന്നെ തർക്കിച്ചില്ല. ശൗരി പിറ്റേന്ന് പുലർച്ചയ്ക്ക് വലയും പൊന്തുമായി കടലിൽ ഇറങ്ങി. വൈകുന്നേരം വരെ ശൗരി പൊന്തിൽ മീൻ പിടിച്ചു കഴിഞ്ഞു. അതിനിടെ 4 വട്ടം കരയിൽ വന്നു. ഉച്ചവരെ കിട്ടിയ മീൻ കടപ്പുറത്ത് കൊണ്ടുവന്ന് മീൻകാരി പെണ്ണുങ്ങൾക്ക് വിറ്റു. ഉച്ചയ്ക്ക് ശേഷം പിടിച്ച മീൻ കുറേ കരയ്ക്കെടുത്തു. വൈകുന്നേരം പൊന്ത് കരയ്ക്കടുപ്പിച്ച് ജീസസ് വള്ളത്തിന് സമീപം കെട്ടിയിട്ട് ശൗരി വീട്ടിൽ വന്നു. അമ്മ, വലയിൽ മീനിരിക്കണ്, ആരെങ്കിലും പോയി പെറുക്കണം, ശൗരി എമിലിയോട് പറഞ്ഞു. കുഞ്ഞന്ന ജാനറ്റിനെയും കൂട്ടി കടപ്പുറത്ത് പോയി. ഉടക്ക് വലയിൽ നിന്ന് മീൻ പെറുക്കുന്നത് ശ്രമകരമായ ജോലിയാണ്. ചെകിള കുരുങ്ങിയ മീനുകളെ വലക്കണ്ണി പൊട്ടാതെ ഊരിയെടുക്കണം. 300-400 മാറ് നീളവും 3 മാറ് ഇറക്കവുമുള്ള വലയാണ്. ജാനറ്റും കുഞ്ഞനെയും കൂടിയിരുന്ന് വല മുഴുവൻ നിവർത്തി മീനുകളെ പെറുക്കി കുട്ടയിലിട്ടു. വല താങ്ങി പിടിച്ചു കൊണ്ടുപോയി കടൽ വെള്ളത്തിൽ ഉലച്ചു കഴുകി പൊന്തിന് സമീപം കൊണ്ടുവന്ന് മാടിയിട്ടു. ജാനറ്റിന് ആദ്യം വല നിവർത്താൻ പേടിയായിരുന്നു. കാരണം മീൻ മാത്രമല്ല വലയിലുണ്ടാവുക. ഞണ്ടുകൾ, ആമക്കുഞ്ഞുങ്ങൾ, വിവിധ തരത്തിലുള്ള കക്കകൾ, കടൽ സസ്യങ്ങൾ, ചത്ത മീനുകളുടെയോ കരയ്ക്ക് നിന്ന് വലിച്ചെറിഞ്ഞ ജീവികളുടെയോ ശരീരാവശേഷങ്ങൾ. കടൽ പായിൽ ചിലപ്പോൾ പാമ്പുകളും ഉണ്ടാകും. മീനല്ലാതെ മറ്റെന്തെങ്കിലും കണ്ടാൽ ജാനറ്റ് അതിൽ തൊടാനറച്ച് മാറിയിരിക്കും. കുഞ്ഞനയ്ക്ക് ഒന്നിനെയും ഭയമില്ല. പാമ്പായാലും തേളായാലും ഞണ്ടായാലും കുഞ്ഞന പുല്ലുപോലെ എടുത്തു കളയും. ശൗര്യക്കുട്ടി തൻ്റെ കടൽ പണിക്കും തിരിച്ചുവരവിനും മീൻ വിൽപ്പനയ്ക്കും എല്ലാ കാര്യങ്ങൾക്കും ഒരു ടൈം ടേബിൾ സ്വയം ഉണ്ടാക്കി. അതിരാവിലെ കടലിൽ പണിക്കിറങ്ങിയാൽ 8 മണിയോടെ തിരിച്ചെത്തും. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് 10 മണിക്ക് പോയാൽ 2 മണിക്ക് മീനും വലയുമായി വന്നു ചേരും. പിന്നെ ഒരു തവണ കൂടിയേ കടലിൽ പോകൂ. ആദ്യത്തെ 2 തവണയും മീൻ പെറുക്കുന്നതും വലമാടുന്നതും വലയുടെ അറ്റകുറ്റപ്പണി ചെയ്യുന്നതും കുഞ്ഞനെയും എമിലിയും കൂടിയാണ്. വൈകുന്നേരത്തെ മീൻ പെറുക്കാൻ ജാനറ്റിനെയും ഡെന്നിച്ചനെയും കൂട്ടും. ശരാശരി 1000 രൂപയ്ക്കടുത്ത് ദിവസ വരുമാനം ശൗര്യയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ശൗര്യയുടെ മീൻ വാങ്ങാൻ മീൻകാരി പെണ്ണുങ്ങൾ ഉണ്ടാകും. വൈകിട്ടത്തെ മീൻ വാങ്ങാൻ ചില പതിവുകാരെയും കുഞ്ഞനെ കണ്ടെത്തി. ശൗര്യക്കുട്ടിയുടെ മീൻ പച്ചയാണെന്നും അതിൽ ഐസ് ചേർത്തിട്ടില്ലെന്നും അതിനേക്കാൾ ഫ്രഷായി മീൻ കിട്ടാനില്ലെന്നും അനുഭവസ്ഥർക്ക് അറിയാം. ശൗര്യക്കുട്ടിയുടെ മാർക്കറ്റ് ചെറുതായിരുന്നെങ്കിലും അവനാവശ്യമുള്ള കച്ചവടം ദിവസേന നടക്കുന്നുണ്ടായിരുന്നു. അപൂർവം ചില ദിവസങ്ങളിൽ മാത്രമേ മീൻ കിട്ടാതെ വരികയുള്ളൂ. എന്നാലും കറിക്കുള്ള മീനുണ്ടാകും. ശൗര്യക്കുട്ടി പൊന്ത് വാങ്ങിച്ചതും അവൻ തനിയെ കടലിൽ പോയി മീൻ പിടിക്കുന്നതും ഇഷ്ടപ്പെടാത്തതായി ഒരേ ഒരാൾ മാത്രമേ ചെല്ലിക്കടപ്പുറത്തുള്ളൂ. അത് മറ്റാരുമല്ല, കാരക്കാട്ട് സൈമൺ തരകൻ തന്നെ. ചെല്ലിക്കടപ്പുറത്ത് നിന്ന് ശൗര്യക്കുട്ടി എന്ന തൻ്റെ പ്രതിച്ഛായയെ, തൻ്റെ മാന്യതയ്ക്കും കീർത്തിക്കും പ്രതാപത്തിനും അന്തസ്സിനും ഭംഗം വരുത്തുന്ന വൃത്തികെട്ട ജീവിയെ ഒഴിവാക്കാൻ കാരക്കാട്ട് സൈമൺ കണ്ടുപിടിച്ച മാർഗമായിരുന്നു ഒരു വള്ളത്തിലും അവനെ കയറ്റാതിരിക്കുക എന്നത്. അത് ഫലപ്രദമായി നടപ്പിലാക്കി. അപ്പോഴും അവൻ നാട് വിട്ടു പോകാതെ മറ്റു കടപ്പുറങ്ങളിൽ തൊഴിൽ തേടിയപ്പോൾ അയാൾ ആശ്വസിച്ചത് തനിക്ക് അവനെ കൊണ്ട് ചെല്ലിക്കടപ്പുറത്ത് ശല്യമില്ലല്ലോ എന്നായിരുന്നു. ചെല്ലിക്കടപ്പുറത്ത് നിന്ന് അവനെ ഒഴിവാക്കി. അപ്പോഴിതാ അവൻ പൊന്തെന്നൊരു വിചിത്ര വസ്തുവുമായി രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. ശൗര്യക്കുട്ടിയെ കടലിൽ വിലക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നയാൾ തലപുകഞ്ഞ് ആലോചിച്ചു. അടയ്ക്ക പോലിരുന്ന ചെക്കൻ കമുകുപോലെ വളരുകയാണ്.
അവനെ തുടച്ചു നീക്കാമായിരുന്ന അവസരങ്ങൾ താൻ പാഴാക്കി കളഞ്ഞുവെന്ന് സൈമൺ തരകൻ പരിതപിച്ചു. അവൻ ഇനിയും വളർന്ന് ചെല്ലിക്കടപ്പുറത്ത് ഒരൊറ്റയാനെ പോലെ നിലകൊണ്ടാൽ പിന്നെ മരണം വരെ ആളുകൾ അവൻ്റെ പേരും തൻ്റെ പേരും കോർത്തിണക്കിക്കൊണ്ട് പരിഹാസ്യമായ ഒരു പിതൃപുത്ര ബന്ധം സ്ഥാപിക്കുകയും അതിന് രഹസ്യാത്മകമായ ഒരംഗീകാരം കൊടുക്കുമെന്നും സൈമൺ തരകൻ അറിയാം. വളർന്നു വലുതാകുന്ന തൻ്റെ മക്കൾക്ക് കൂടി ആ അപമാനം താങ്ങേണ്ടി വരും. നിന്റെ അനുജനല്ലേടാ ആ കടപ്പുറത്തൂടെ നടക്കുന്ന ശൗര്യക്കുട്ടി എന്ന ചോദ്യം തൻ്റെ മക്കൾക്ക് താങ്ങാൻ പറ്റുന്നതല്ല. കടലിൽ വെച്ച് അവനൊരു പണി കൊടുത്താലോ എന്ന് സൈമൺ തരകൻ പലകുറി ആലോചിച്ചതാണ്. പക്ഷേ കടൽ ഒരു മറയുമില്ലാതെ പരന്നു കിടക്കുന്നത് കൊണ്ട് ഒരു വള്ളമോ ബോട്ടോ ഇറക്കിയാൽ, കടലിൽ വെച്ച് ഒരു ഏറ്റുമുട്ടലോ കൊലപാതകമോ നടത്തിയാൽ കരയിലും കടലിലും എത്ര കണ്ണുകൾ അത് കാണുന്നുണ്ടെന്ന് മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റില്ല. പൊന്ത് കരകാണ കടലിലേക്ക് പോയി മീൻ പിടിക്കാറുമില്ല. കടലിൽ വെച്ച് കഥ കഴിക്കണമെങ്കിൽ രാത്രിയേ പറ്റൂ. പക്ഷേ ശൗര്യക്കുട്ടിക്ക് പൊന്തിൽ രാത്രി മീൻപിടുത്തമില്ല. ഏതെങ്കിലും വള്ളത്തിൽ അവനെ ആകർഷിച്ച് കയറ്റിക്കൊണ്ടുപോയി അടിച്ചുകൊന്ന് കടലിൽ താഴ്ത്തുന്ന കാര്യം വരെ സൈമൺ തരകൻ ആലോചിച്ചതാണ്. ഏതെങ്കിലും ബോട്ടുടമയോ വള്ളക്കാരനോ ചെന്ന് ശൗര്യക്കുട്ടിയോട് ചോദിക്കുന്നു, നീ ഞങ്ങളുടെ ബോട്ടിൽ വരുന്നോ? പുറംകടലിൽ പോയി മീൻ പിടിക്കാമിടാ. തീർച്ചയായും ശൗര്യക്കുട്ടി ആ ചൂണ്ടയിൽ കൊത്തും. പക്ഷേ ശൗര്യക്കുട്ടി പുറപ്പെടും മുമ്പ് എല്ലാവരോടും പറയും, ഞാൻ ഇന്ന വള്ളത്തിലാണ് കടലിൽ പോകുന്നതെന്ന്. അവനെ കാണാതായാൽ പോലീസ് വന്ന് വള്ളം കസ്റ്റഡിയിലെടുക്കും. വള്ളത്തിലെ തൊഴിലാളികളെ എല്ലാം ചോദ്യം ചെയ്യും. അവനൊരു കുട്ടിയായിരുന്നപ്പോൾ എന്ത് ചെയ്തിരുന്നാലും ഇത്ര കണ്ട് പബ്ലിസിറ്റി കിട്ടുമായിരുന്നില്ല. ഇന്ന് ചെല്ലിക്കടപ്പുറത്ത് ശൗര്യക്കുട്ടിയെ അറിയാത്തവരില്ല. അവൻ വെറുതെ ഇരിക്കുന്നവനോ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ജോലി ചെയ്യുന്നവനോ ആയിരുന്നെങ്കിൽ ഇത്ര കണ്ട് ശ്രദ്ധിക്കപ്പെടില്ലായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല. കടപ്പുറത്ത് അവൻ ഇന്നും സംസാര വിഷയമാണ്. ശൗര്യക്കുട്ടി പിടിക്കുന്ന മീൻ, അവൻ്റെ വല, അവൻ്റെ പൊന്ത്, അവൻ്റെ സാമർഥ്യം, അവൻ്റെ ധൈര്യം, ഇതിനെപ്പറ്റി എല്ലാ ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഒരു കൂട്ടിച്ചേർക്കലുണ്ടാവും. അതാണ് അപമാനകരം. എന്തൊക്കെ പറഞ്ഞാലും ശരി, കാരക്കാട്ട് സൈമൺ തരകൻ്റെ സന്തതിയല്ലേ, മോശം വരുമോ? സൈമൺ തരകൻ ഇത് നേരിട്ട് കേട്ടില്ല. എങ്കിലും പലരും പറഞ്ഞതായി എൽസമ്മ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. ആ പറഞ്ഞവൻ്റെ തന്തയ്ക്ക് സൈമൺ തരകൻ വിളിക്കുമ്പോൾ എൽസമ്മയ്ക്ക് ചിരി വരും. ആരുടെയെങ്കിലും തന്തയ്ക്ക് സൈമൺ തരകൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം മറുപടിക്ക് പഴുതില്ലാതെ അയാൾ തോറ്റു എന്ന് തന്നെയാണ്. ചെല്ലിക്കടപ്പുറത്ത് നിന്ന് ശൗര്യക്കുട്ടിയെ തുരത്തുന്നതിനെപ്പറ്റി ആലോചിക്കാൻ സൈമൺ തരകൻ തൻ്റെ അംഗരക്ഷകരുമായി ഒരു ഗൂഢാലോചന നടത്തി. അവനെ വളർത്താൻ വിട്ട ഭയങ്കര പ്രശ്ന, ഏലിയാസ് ഉത്സാഹത്തോടെ പറഞ്ഞു. ഇപ്പം തന്നെ അവൻ കടപ്പുറത്തെ ഒരാളാ. 14 വയസ്സ് തികഞ്ഞിട്ടില്ല. ഇവിടുത്തെ ഡാൻഡസ് കുഞ്ഞിൻ്റെ പ്രായം. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറ. ആ ചെയ്ത്താൻ കുഞ്ഞിനെ പിടികിട്ടാൻ വലിയ പാടാ. കടലിൽ വെച്ച് പിടിക്കാൻ പറ്റുമോ? ഇല്ല. കരയിൽ വെച്ച് പറ്റുമോ? അതുമില്ല. അവന് വല്ല കാട്ടിലും കിട്ടിയാൽ കൊള്ളാം. ബ്രിട്ടോ പറഞ്ഞു. ഇങ്ങനെ പോയാൽ ഒരു 10 വർഷത്തിനകത്ത് അവൻ കടപ്പുറത്തെ രാജാവാ. ചെല്ലിക്കടപ്പുറം അവൻ്റേതാകും. ഏലിയാസ് ഒരു 2 കളം നീക്കി വെച്ചു കൊടുത്തു. ഇപ്പം അവൻ പൊന്തു വാങ്ങിച്ച് കടലിൽ പണിക്ക് പോണ്. നാളെ അവൻ വള്ളം മേടിക്കും. അത് കഴിയുമ്പോൾ ബോട്ട് മേടിക്കും. ചെല്ലിക്കടപ്പുറം അവൻ പിടിച്ചെടുക്കും. ദോഷം പറയരുതല്ലോ. എന്തോ പറയാൻ വന്നിട്ട് ഏലിയസ് പെട്ടെന്ന് നിർത്തിക്കളഞ്ഞു. എന്താടാ പറയാൻ വന്നേ? ഒന്നുമില്ല മുതലാളി. നീ പറയാൻ വന്നത് എന്താന്ന് പറയടാ. ഒന്നുമില്ല. സൈമൺ തരകൻ കൈ നിവർത്തി ഏലിയസിൻ്റെ ചെകിട്ടത്തൊന്ന് പൊട്ടിച്ചു. തല്ലിയത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായില്ല? സൈമൺ തരകൻ ചോദിച്ചു. മനസ്സിലായി. കവിളത്ത് കൈത്തലം പൊത്തിക്കൊണ്ട് ഏലിയസ് പറഞ്ഞു. ഇനി പറയടാ, എന്താ ഉദ്ദേശിച്ചേ? സൈമൺ മുതലാളിയുടെ അല്ലേ മോൻ? ഇനി മേലിൽ നിന്റെ മനസ്സിൽ പോലും തോന്നല്. കടപ്പുറത്തുകാരെല്ലാം പറയുന്നുണ്ട്. അത് പോരാഞ്ഞിട്ടാണോടാ നീ? അറിയാതെ വന്നതാ മുതലാളി. അറിയാതെ വരരുതിനി. അവനെ രാത്രി കടലിൽ കിട്ടിയ ഞങ്ങൾ തട്ടിക്കൊള്ളാം, ബ്രിട്ടോ പറഞ്ഞു. അവൻ രാത്രി കടലിൽ പണിക്ക് പോണില്ലല്ലോ. ചിലപ്പോൾ പോകും മുതലാളി. നമ്മളെല്ലാം ഇണക്കി വെച്ചിട്ട് കാക്കണം. അവൻ എന്ത് സംഭവിച്ചാലും ചെല്ലിക്കടപ്പുറംകാർ പറയും അതിന് പുറകിൽ സൈമൺ തരകൻ്റെ കൈയുണ്ടെന്ന്. ഇല്ലേ ബ്രിട്ടോ? സൈമൺ തരകൻ ചോദിച്ചു. ശരിയാ. ബ്രിട്ടോ പിന്താങ്ങി. ഒരു ബോട്ട് കൊണ്ടിടിച്ച് അവൻ്റെ പൊന്ത് തകർത്താൽ പറ്റൂലേ? ഇല്ല മുതലാളി. ബോട്ടിനെല്ലാം പേരുണ്ടല്ലോ. അതുമാത്രമല്ല, കടലിൽ തെറിച്ചു വീണാലും അവൻ നീന്തിക്കയറും. വെച്ചുകൊണ്ടിരുന്ന വലിയ തലവേദനയായിട്ട് വരും മുതലാളി. കാരക്കാട്ടുകാർ അവനെ പേടിച്ച് ജീവിക്കേണ്ടി വരും. എന്തെങ്കിലും ചെയ്യണം. നിങ്ങൾ ആലോചിക്ക്. പൈസ എത്ര വേണമെങ്കിലും ഞാൻ തരാം. കൊച്ചിയിൽ നിന്ന് കൊട്ടേഷൻ ടീമിനെ കൊണ്ടുവന്ന് കാണിച്ചാലോ?
ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ലല്ലോ മുതലാളി. മുതലാളിയാണ് കൊല്ലിച്ചതെന്ന് തോന്നിക്കരുതല്ലോ. അവിടല്ലേ പ്രശ്നം. എത്ര ആലോചിച്ചിട്ടും സൈമൺ തരകന് ഒരു എത്തും പിടിയും കിട്ടിയില്ല. ഒടുവിൽ ഇത്രയും പറഞ്ഞു: അവനെ ഈ കടപ്പുറത്തുനിന്ന് ഓടിച്ചാൽ മതി. വേറെ ഏതെങ്കിലും കടപ്പുറത്ത് പോട്ട്, അവിടെ വെച്ച് വല്ലതും ചെയ്യാം. ശൗര്യക്കുട്ടി ചെറിയ ഇഴിക്കലും ചെല്ലാനത്തുമൊക്കെ പണിക്ക് പോയപ്പോൾ ഇത് ചെയ്യാമായിരുന്നുവെന്ന് അവർ കുണ്ഠിതപ്പെട്ടു. അവൻ്റെ പൊന്ത് നമ്മുടെ കടപ്പുറത്ത് കയറ്റരുതെന്ന് പറഞ്ഞാലോ? പട്ടോളി ശിവൻ ഒരു ഭേദഗതി നിർദ്ദേശിച്ചു. പക്ഷേ എല്ലാ വള്ളങ്ങളും കരയ്ക്ക് കയറ്റുമ്പോൾ അവൻ്റെ പൊന്ത് മാത്രം കേട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ അതും ആളുകൾ പറഞ്ഞു നടക്കും. സൈമൺ തരകന് അത് ഒരു നല്ല ആശയമായി തോന്നിയില്ല. വ്യക്തമായ ഒരു തീരുമാനമില്ലാതെ ആ കൂടിയാലോചന പിരിഞ്ഞു. ബസ്സിൽ നിന്നിറങ്ങിയിട്ട് ജാനറ്റ് തൻ്റെ യൂണിഫോം ചുളിഞ്ഞത് നേരെ വലിച്ചിട്ടു. ബസ്സിൽ പൂഴിമണ്ണ് വാരിയിട്ടാൽ താഴെ വീഴാത്തത്ര തിരക്കായിരുന്നു. ചെല്ലി കലുങ്കുപടി ജംഗ്ഷനിൽ നിന്നാണ് ജാനറ്റിന് പോകേണ്ടത്. കലുങ്കുപടി ജംഗ്ഷനിലെത്തിയപ്പോൾ പതിവ് പോലെ ബുള്ളറ്റ് മോട്ടോർ സൈക്കിളും അതിലിരിക്കുന്ന യുവാവും അവളുടെ കണ്ണിൽപ്പെട്ടു. അവളുടെ കാലുകളിൽ വിറ പടർന്നു. ആ ബുള്ളറ്റിന് മുൻപിൽ കൂടി വേണം അവൾക്ക് കടന്നു പോകാൻ. ജാനറ്റ് തല കുനിച്ചു നിന്നു. അവൻ്റെ കണ്ണുകൾ തന്നെ അടിമുടി ഒഴിയുന്നുണ്ടെന്ന് ജാനറ്റിനറിയാം. അതിനാൽ അല്പം ചൂളിയാണ് അവൾ നീങ്ങിയത്. എന്തിനാ ഇങ്ങനെ ഇല്ലാത്ത കൂനുണ്ടാക്കുന്നത്? നേരെ നിവർന്ന് നടന്നുകൂടെ? അവൻ ചോദിച്ചു. അവൾ പേടിച്ചരണ്ട മട്ടിൽ അവനെ ഒന്ന് പാളി നോക്കി. എന്നിട്ട് തല താഴ്ത്തി നടപ്പിന് വേഗം കൂട്ടി. മിക്കവാറും എന്നും ഇത് തന്നെയാണ് സ്ഥിതി. ഈ അവസ്ഥ തരണം ചെയ്തു വേണം അവൾക്ക് കടന്നു പോകാൻ. തീർന്നിട്ടില്ല. അടുത്ത സർക്കസ് അഭ്യാസം ആരംഭിക്കാൻ പോകുന്നതേയുള്ളൂ. ബുള്ളറ്റിൻ്റെ സൈലൻസറിൽ നിന്ന് ഗുഡുഗുഡുഗുഡു ശബ്ദം കേട്ടു തുടങ്ങിയതോടെ അതേ വേഗത്തിൽ അതേ സ്വരത്തിൽ അവളുടെ ഹൃദയവും മിടിക്കാൻ തുടങ്ങി. അവൻ പിന്നാലെ വരുന്നതറിഞ്ഞ് അവൾ റോഡരികെ ചേർന്ന് പരമാവധി ഒതുങ്ങി. അവൻ്റെ ബൈക്ക് വലിയ ശബ്ദമുണ്ടാക്കി. അവളുടെ നെഞ്ചു കുടുക്കിക്കൊണ്ട് അവളെ മുട്ടിയുരുമി എന്നോണം കടന്നുപോയി. അവൾ കനാൽ ഭാഗത്തെത്തിയപ്പോൾ വീണ്ടും ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ട് നടുങ്ങി. അവൻ മുമ്പിലെത്തിയപ്പോൾ അവൻ വേഗത നന്നേ കുറിച്ചു. എന്നിട്ട് കൺകോണിലൂടെ അവളെ നോക്കി കുസൃതി ചിരിയോടെ പറഞ്ഞു: ലവ് യു, ഐ ലവ് യു ജാനറ്റ്. അവൾ നടുങ്ങി നിന്നു. അവൻ ഒന്ന് ചിരിച്ചിട്ട് ബൈക്ക് എടുത്ത് പോയി. അതിൻ്റെ സൈലൻസറിലെ കാറ്റ് അവളുടെ ദേഹത്തടിച്ചു. അവൻ്റെ പേര് റോയ് സൈമൺ. സൈമൺ തരകൻ്റെ മൂത്ത പുത്രൻ. ആ തിരിച്ചറിവാണ് അവളെ ഇത്രയേറെ ഭയവിഹ്വലയാക്കുന്നത്. വീട്ടിലേക്കുള്ള മൺപാതയിലൂടെ നടക്കുമ്പോൾ ജാനറ്റിൻ്റെ വലിയ പേടി അവൻ വീണ്ടും ബൈക്കുമായി വരുമോ എന്നതായിരുന്നു. അവൻ എന്താണ് പറഞ്ഞിട്ട് പോയത്? ഓർത്തപ്പോൾ അവളുടെ ഉള്ളം കിടിലം കൊണ്ടു. കാരക്കാട്ട് സൈമൺ തരകൻ്റെ മകനെ പ്രേമിക്കാൻ താൻ ആരാണ്? അങ്ങനെ ആലോചിച്ചുകൊണ്ട് ഉഴറി നടക്കവേ ഇടി കുടുങ്ങുന്നത് പോലൊരു ശബ്ദം അവൾ കേട്ടു. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ വരികയാണ്. ജാനറ്റിൻ്റെ കാലുകളിൽ വിറ പടർന്നു. ശരീരം ഇപ്പോൾ കുഴഞ്ഞു വീഴുമെന്നായി. അവൾ നന്നേ തല താഴ്ത്തി നടന്നു. അവൻ അവളെ തൊട്ടു തൊട്ടില്ലെന്ന മട്ടിൽ കടന്നുപോയി. കടപ്പുറം വരെ ബൈക്ക് ഓടിച്ചു പോയിട്ട് അവൻ തിരികെ വന്നു. അപ്പോഴും ഹൃദയം പൊട്ടുമാറ് അവളുടെ ചങ്കിടിപ്പ് ഉയർന്നു. അവൾക്ക് കടന്നു പോകാൻ പറ്റാത്ത വിധം അല്പം ചരിച്ച് ബൈക്ക് നിർത്തിയിട്ട് അവൻ അവളെ നോക്കി ചിരിച്ചു. അവൾ തല കുമ്പിട്ട് വിറയലോടെ നിന്നു. ദേ ഇവിടെ നോക്ക്, അവൻ പറഞ്ഞു. അവൾക്ക് മുഖമുയർത്താൻ ധൈര്യം വന്നില്ല. മുഖത്തോട്ട് നോക്കത്തില്ലേ? അപ്പോഴും അവൾ അനങ്ങാതെ നിന്നു. ഞാൻ മുമ്പേ പറഞ്ഞത് കേട്ടായിരുന്നോ? കേട്ടെന്നോ ഇല്ലെന്നോ അവൾ പറഞ്ഞില്ല. മുഖമുയർത്തി നോക്കിയതുമില്ല. എന്തെങ്കിലും ഒന്ന് പറ, അല്ലാതെ പോകാൻ പറ്റത്തില്ല. പേടി കൊണ്ട് ജാനറ്റിൻ്റെ തൊണ്ട വരണ്ടു. പറ, കേട്ടെന്നോ ഇല്ലെന്നോ പറ. ഒടുവിൽ അവൾ സകല ശക്തിയും സംഭരിച്ചു പറഞ്ഞു. കേട്ടു. ഇത് പറയാനാണോ ഇത്ര പാട്? അവൻ ത്രോട്ടിൽ തിരിച്ചപ്പോൾ ഇടുനാദം പോലെ ഒരു ശബ്ദമുണ്ടായി. അടുത്ത നിമിഷം അവൻ്റെ ബൈക്ക് കുതിച്ചു പാഞ്ഞു. അവൻ പോയില്ലെങ്കിൽ താൻ അവിടെ കുഴഞ്ഞു വീഴുമായിരുന്നെന്ന് ജാനറ്റിന് തോന്നി. താൻ എന്തിന് ഇത്രയും അധികം പേടിച്ചുവെന്ന് അവൾക്ക് മനസ്സിലായില്ല. ആൺകുട്ടികൾ എന്തെങ്കിലും പറയാനായി അടുത്തേക്ക് വരുമ്പോഴുള്ള ചങ്കിടിപ്പിനെക്കുറിച്ചും വേവലാതിയെക്കുറിച്ചും കൂട്ടുകാരികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ജാനറ്റ് ചിന്തിച്ചിട്ടുണ്ട്, എന്താണ് ഇത്ര പേടിക്കാൻ? നമ്മളെപ്പോലെ തന്നെ മനുഷ്യരല്ലേ ആൺകുട്ടികളും? ഇപ്പോൾ അവൾക്ക് മനസ്സിലായി, അവർ മനുഷ്യരല്ല, വേറെന്തോ ജീവികളാണ്. ഒരാൾ ഒരു വടിവാളോ വെട്ടുകത്തിയോ എടുത്ത് ചീറിക്കൊണ്ടു വന്നാലും ഇത്ര കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതങ്ങനെയല്ല. ശക്തി വീണ്ടു കിട്ടിയപ്പോൾ അവൾ ചുറ്റും നോക്കിക്കൊണ്ട് വലതുഭാഗം മുന്നോട്ട് നീക്കി നടക്കാൻ കഴിയുന്നുണ്ട്. പാദങ്ങളിൽ നിന്ന് മണ്ണിലേക്ക് ആണി തറയ്ക്കപ്പെട്ടിട്ടില്ല. ഓരോ കാലിലും ഓരോ ടൺ ഭാരം കെട്ടിത്തൂക്കിയിട്ടുമില്ല. അവൻ അടുത്തു വന്നതും ബൈക്ക് നിർത്തി സംസാരിച്ചതും വേറെ ആരെങ്കിലും കണ്ടോ? ഒരൊറ്റ മനുഷ്യക്കുഞ്ഞിനെയും പോലും കാണാനില്ല. അവൻ അടുത്തു വന്നപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യജീവിയെ കണ്ടാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ
ആരും കണ്ടിട്ടില്ലായിരിക്കണമേ എന്ന പ്രാർത്ഥനയാണ് മനസ്സിൽ. അവൻ എന്തുദ്ദേശിച്ചാണ് തൻ്റെ അടുക്കൽ വന്നത്? കാരക്കാട്ട് സൈമൺ തരകൻ്റെ മകന് പ്രേമം തോന്നാൻ വേറെ പെൺകുട്ടികളെ ആരെയും കണ്ടില്ലേ? താൻ ആരാണെന്ന് കരുതി? കടപ്പുറത്ത് ദാരിദ്ര്യ ദുഃഖത്തിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്ന പെണ്ണ്, അവനോ രാജാവിൻ്റെ മകൻ. വേറൊന്നുകൂടി അവൾ ഓർത്തു. ശൗര്യക്കുട്ടി ആരാണെന്ന് അവൻ അറിയില്ലേ? അവൻ്റെ അതേ അപ്പൻ തന്നെയാണ് ശൗര്യക്കുട്ടിയുടേതും. ആരും പ്രത്യക്ഷത്തിൽ അംഗീകരിക്കുന്നില്ലെങ്കിലും അവർ സഹോദരങ്ങളാണ്. താനും ശൗര്യക്കുട്ടിയും ഒരമ്മയുടെ വയറ്റിൽ പിറന്നവരാണ്. അങ്ങനെ നോക്കുമ്പോൾ കാരക്കാട്ടെ സൈമൺ തരകൻ്റെ മകൻ തൻ്റെയും സഹോദരനാണ്. അവനും അതൊന്നും അറിയാഞ്ഞിട്ടാണോ? അതോ ഇത്തരം ബന്ധങ്ങൾക്ക് അവൻ ഒരു വിലയും കൊടുക്കുന്നില്ലേ? അതോ ശൗര്യക്കുട്ടിയെ അവൻ സൈമൺ തരകൻ്റെ മകനായി കാണുന്നില്ലേ? വീട്ടുമുറ്റത്ത് ചെന്ന് കയറിയതൊന്നും ജാനറ്റ് അറിഞ്ഞതേയില്ല. വീട്ടിൽ ആരോടെങ്കിലും സംഭവം പറയണോ എന്ന് അവൾ ആലോചിച്ചു. മനസ്സിലൊരു വടംവലി നടക്കുകയാണ്. പറയണം, പറയണ്ട. നീ എന്താടി സ്കൂളിൽ നിന്ന് വന്നിട്ട് സ്വപ്നവും കണ്ട് നിൽക്കുന്നോ? എമിലിയുടെ ചോദ്യം അവളെ ഞെട്ടിച്ചു. ഞാനെന്തോ മറന്നുപോയതുപോലെ ജാനറ്റ് വിക്കി. എന്തു മറന്നു? ക്ലാസ്സിൽ എന്തെങ്കിലും മറന്നു വെച്ചിട്ട് പോന്നോ? അതാ ഞാനും ആലോചിക്കുന്നേ. വേഗം ഡ്രസ്സ് മാറ്റിയിട്ടിട്ട് കടപ്പുറത്തോട്ട് വാ, മീൻ പെറുക്കണം. ശൗര്യക്കുട്ടി പൊന്ത് കരയ്ക്കടുപ്പിച്ച് കാണും. വൈകുന്നേരം 5-6 മീൻ വിൽക്കാനുള്ളതാ. ഞാൻ വരണോ അമ്മേ? എന്താ നിനക്ക് വന്നാ? ഈ മീനിൻ്റെ നാറ്റം പോകത്തില്ലമ്മേ. എത്ര കുളിച്ചാലും അടുത്തിരിക്കുന്ന കുട്ടികൾ എപ്പോഴും പറയും ഞാൻ മുക്കുവത്തിയാണെന്ന്, എനിക്ക് മീനിൻ്റെ മണമാണെന്ന്. ആണെങ്കിൽ എന്നാടി നിനക്ക് കുറച്ചിലാ? മീനിൻ്റെ നാറ്റം വേണം, അത് നിന്റെ മേത്തീന്ന് പോകാൻ പാടില്ല. അതാ നിന്റെ ചോറ്, നിന്റെ ഉടുപ്പ്, നിന്റെ പഠിപ്പ് എല്ലാം അതാ. അതിന് മീൻ മണക്കണമെന്നുണ്ടോ? എന്താടി മണത്ത? നിന്റെ ആങ്ങളെയുണ്ടല്ലോ, നിന്നേക്കായാലും 4 വയസ്സിനെളുപ്പം. 10 വയസ്സ് മുതൽ അവൻ നല്ലപോലെ മീൻ നാറുന്ന പണി ചെയ്തിട്ടാ നീ പഠിച്ച് ഇത്രയിടം വരെ എത്തിയത്. നിനക്കെന്താ കുറച്ചില്? അമ്മ കളിയാക്കുന്നു കൂട്ടുകാർ. മീൻ കൂടത്തിലാണോ ഞാൻ കിടന്നുറങ്ങണേന്ന്? മീൻ പരത്തിലാണോ പണിയെന്ന്? ആണെന്ന് പറയണമെടി. മീനെ കണ്ട് ജീവിക്കുന്നോള് പിന്നെ എന്തു പറയണം? ഞാൻ വരാം വല കിള്ളാൻ. എൻ്റെ മെക്കിട്ട് കയറണ്ട. ജാനറ്റ് ചൊടിച്ചു. സ്കൂൾ യൂണിഫോം മാറ്റി ഒരു നീല ഹാഫ് സ്കേർട്ടും വെള്ള ഷോർട്ട് ബ്ലൗസും ഇട്ട് അവൾ പോകാൻ തയ്യാറായി. അത് അവളുടെ ഹൈസ്കൂൾ യൂണിഫോം ആയിരുന്നു. എമിലി അവൾക്കൊരു കട്ടൻ കാപ്പി ഇട്ട് കൊടുത്തു. അത് കുടിച്ച ശേഷം അവൾ അമ്മയോടൊപ്പം കടപ്പുറത്തേക്ക് പോയി. ഇറുകിയ ഷർട്ടും ബ്ലൗസും ഇറക്കം കുറഞ്ഞ പാവാടയും കണ്ട് എമിലി പറഞ്ഞു, ഇനി ഇതൊന്നും ഇടണ്ട, ആ പ്രായം കഴിഞ്ഞു. ഇതിനെന്താ കുഴപ്പം? പിങ്ങിയിട്ടില്ലല്ലോ. ജാനറ്റ് തൻ്റെ ഉടുവസ്ത്രം നോക്കി. 10ൽ പഠിക്കുമ്പോൾ നിന്റെ മുട്ടിന് കീഴ് ഇറങ്ങിക്കിടന്ന പാവാടയാ ഇപ്പം മുട്ടപ്പം. അതിനിപ്പം എന്താണെന്ന് നിനക്കറിയില്ലേ? ഞാൻ കാണുന്നുണ്ടല്ലോടി. നീ നടക്കുമ്പോൾ കടപ്പുറത്തെ ആൺകുട്ടികളുടെ കണ്ണ് നിന്റെ കാലിന്മല. ആ നോക്കട്ടെ വൃത്തികെട്ടവന്മാർ. ജാനറ്റ് പിറുപിറുത്തു. നോക്കട്ടെന്നാ? അമ്മ, നമ്മൾ എന്തിട്ടാലും അവന്മാർ നോക്കും. എക്സ്റേ കണ്ണാടി വെച്ച് നോക്കും. എന്നാലും നമ്മൾ സൂക്ഷിക്കാനുള്ളത് സൂക്ഷിക്കണം. നിനക്ക് വയസ്സ് 17 കഴിഞ്ഞ്. മകൾക്കുണ്ടാകുന്ന മാറ്റം എമിലി കാണുന്നുണ്ട്. 15 വയസ്സുവരെ വെളുത്ത് മെലിഞ്ഞ് കപ്പക്കൊള്ളി പോലെ ഇരുന്ന പെണ്ണാണ്. 2 വർഷം കൊണ്ട് എന്ത് പോഷകാഹാരം കഴിച്ചിട്ടാണെന്നറിയില്ല. പെണ്ണങ്ങ് തുടുത്ത് ചുവന്ന് കാലത്ത് വിരിഞ്ഞ റോസാപ്പൂ പോലെ വിളങ്ങുന്നു. ഭംഗിയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും മറ്റലങ്കാരങ്ങളും ഇല്ലാതെ തന്നെ ആര് കണ്ടാലും അവളെ ഒന്നുകൂടി നോക്കും. തൂനെറ്റിയും മയങ്ങിയ മിഴിയിണകളും ചോര തൊട്ടെടുക്കാവുന്ന കവിൾത്തടങ്ങളും തുടുത്തുലർന്ന ചുണ്ടുകളും ഇരുണ്ട് തഴച്ച മുടിയും ചുഴിയുള്ള താടിത്തുമ്പും ചിരിക്കുമ്പോഴത്തെ നുണക്കുഴിയും ഇത്തിരി നീണ്ട മൂക്കും എല്ലാം ചേർന്ന് അവളുടെ മുഖത്തിന് 7 അഴകാണെന്ന് മറിയമ്മ പറയും. മറ്റുള്ളവരുടെ കണ്ണ് തട്ടാതിരിക്കാൻ ഉഴിഞ്ഞിടണേ എന്ന് ഉപദേശിക്കുകയും ചെയ്യും. എമിലി അവളുടെ കണങ്കാലുകൾ നോക്കി. ആരിലും കൊതിയുണർത്തുന്ന അഴകൊത്ത കാൽവണ്ണകൾ. കടൽക്കാറ്റടിച്ച് പാവാട ഒട്ടിച്ചേരുമ്പോൾ കാലുകളുടെ അഴകളവുകൾ അരക്കെട്ട് വരെ കൃത്യമാണ്. ഇനി അവളെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ അമ്മയും അപ്പനും തന്നെ കാത്തു സൂക്ഷിച്ച പോലെ. തനിക്ക് 16 വയസ്സ് കടന്നപ്പോൾ മുതൽ അമ്മ എന്നും വഴക്കായിരുന്നുവെന്ന് എമിലി ഓർത്തു. ഞെളിഞ്ഞു നിൽക്കരുത്, കുനിഞ്ഞു നിൽക്കരുത്, കാലിന്മേൽ കാൽ കയറ്റി വെക്കരുത്, കാലകറ്റി ഇരിക്കരുത്, ഹുക്കുകൾ ഇടാൻ മറക്കരുത്, ആണുങ്ങൾക്കൊപ്പം ഇരിക്കരുത്. എന്തെല്ലാം വിലക്കുകളായിരുന്നു അന്നൊക്കെ. അമ്മയോട് തോന്നിയ ദേഷ്യത്തിന് അതിരില്ല. ഇന്ന് മകളൊരുത്തി പ്രായമെത്തി നിൽക്കുമ്പോൾ ആ വിലക്കുകളുടെ വില അറിയുന്നു. ജാനറ്റിനെ പോലെ സുന്ദരിയായിരുന്നു താനുമെന്ന് എമിലി ഓർത്തു. ആഞ്ചലോസും സുന്ദരനായിരുന്നു. തങ്ങൾക്ക് പിറന്ന മകൾക്ക് ആ അഴക് അല്പമെങ്കിലും കൂടുതൽ കിട്ടിയില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. എമിലിയും ജാനറ്റും കടപ്പുറത്തെത്തിയപ്പോൾ
ശൗര്യക്കുട്ടി പൊന്തും വലയും കരയ്ക്ക് വലിച്ചു കയറ്റി കാത്തു നിൽക്കുകയാണ്. ശൗര്യക്കുട്ടി അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഒത്തിരി നേരമായോടാ ശൗരി? എമിലി ചോദിച്ചു. അരമണിക്കൂറായി. എന്നിട്ട് അവൻ ജാനറ്റിനെ സൂക്ഷിച്ചു നോക്കി. അനുജനാണെങ്കിലും നോട്ടം കണ്ടപ്പോൾ ജാനറ്റിൻ്റെ നെഞ്ചിൽ ഒരാന്തലുണ്ടായി. ആ സൈമൺ മുതലാളിയുടെ മോൻ ചേച്ചിയുടെ അടുത്ത് ഇന്ന് വട്ടം ചുറ്റി കളിച്ചാ? ശൗര്യക്കുട്ടിയുടെ ചോദ്യത്തേക്കാൾ തീക്ഷ്ണമായിരുന്നു നോട്ടം. ജാനറ്റിന് റോയ് സൈമൺ അടുത്തു വന്നപ്പോഴുണ്ടായ അതേ നെഞ്ചിടിപ്പ് അനുഭവപ്പെട്ടു. എമിലി അന്തം വിട്ട് അവനെയും പിന്നെ മകളെയും നോക്കി. ചോദിച്ചതിന് മറുപടി പറ. ശൗര്യക്കുട്ടിയുടെ സ്വരത്തിന് മൂർച്ചയേറി. ശൗര്യക്കുട്ടിയുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിനിടയിൽ ജാനറ്റ് കരഞ്ഞുപോയി. അവൾ മനസ്സാ വാച ചിന്തിച്ച കാര്യമല്ല. കാരക്കാട്ട് സൈമൺ തരകന്റെ മകന് തൻ്റെ പുത്രിയിൽ ഒരു കണ്ണുണ്ടെന്ന അറിവ് എമിലിക്കൊരു നടുക്കമായി. നീ എന്താടി വീട്ടിൽ വന്ന ഉടനെ പറയാതിരുന്നത്? എമിലി മകളെ ചോദ്യം ചെയ്തു. പറയണോ വേണ്ടോ എന്ന് എനിക്കറിയില്ലായിരുന്നു. എടി, ഒരുത്തൻ നിന്റെ പുറകിന് വന്നു ശല്യപ്പെടുത്തിയ ആ വിവരം വീട്ടിൽ പറയണോ വേണ്ടയോന്ന് നിനക്കറിയത്തില്ലേ? എനിക്ക് പേടിയായിട്ടാ. എമിലി മകളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. അവൾ പറയുന്നത് സത്യമാണെന്ന് എമിലിക്ക് തോന്നി. കാരക്കാട്ടെ ആണുങ്ങളെല്ലാം അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവന്മാരാ. ഒറ്റയൊരുത്തനില്ല കൊള്ളാവുന്നത്. എമിലി അമർഷത്തോടെ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ആ ചെറ്റ ഓർക്കണ്ടേ അവൻ ആരാണെന്നും നീ ആരാണെന്നും? എമിലിയുടെ ആ പറച്ചിലിൽ എല്ലാം അടങ്ങിയിരുന്നു. നീ എങ്ങനെയാ ശൗര്യക്കുട്ടി അറിഞ്ഞേ? നീ കടലിലല്ലായിരുന്നോ? എന്നോട് ഡൈനി വിളിച്ചു പറഞ്ഞു ഫോണീന്ന്. ശൗര്യക്കുട്ടിയുടെ കൈവശം മൊബൈൽ ഫോണുള്ള കാര്യം അപ്പോഴാണ് എമിലി ഓർത്തത്. ആ റോയ് സൈമൺ കുറേ ദിവസമായിട്ട് ആ ചെല്ലിമുക്കിലൊക്കെ ബുള്ളറ്റേ വന്ന് കറങ്ങണമെന്ന്. അതും ജാൻ ചേച്ചി സ്കൂളിൽ നിന്ന് വരുന്ന സമയം നോക്കി. അവനൊന്നും പേടിക്കാനില്ലല്ലോ, എന്തുമാകാം. ഞാനെന്ത് ചെയ്യാനാ? ഞാനൊന്നും ചെയ്തില്ല. ജാനറ്റ് തൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്തി. ഇനിയോ അവൻ വന്നാൽ എന്നോട് പറഞ്ഞേക്ക്, ഞാൻ നോക്കിക്കൊള്ളാം. അവൻ്റെ സ്വരത്തിലെ പക എമിലിക്ക് മനസ്സിലായി. എമിലി മകളെ ശാസിച്ചു. നീ സ്കൂളിൽ വിട്ടാൽ നേരെ ഇങ്ങ് പോന്നാൽ മതി. ഇടവും വലവും നോക്കണ്ട, കേട്ടല്ലോ? റോഡിലൊക്കെ ചില പട്ടികൾ അലഞ്ഞു നടക്കണ കണ്ടിട്ടില്ലേ? നമ്മൾ പോകുമ്പോൾ നമ്മളെ അവറ്റോട് നോക്കും. അങ്ങനെ കണ്ടാൽ മതി. ജാനറ്റ് കണ്ണീരോടെ തലയാട്ടി. ശൗര്യക്കുട്ടി പിന്നീട് അതേപ്പറ്റി ഒന്നും പറഞ്ഞില്ല. അമ്മയും ശൗര്യക്കുട്ടിയും അറിഞ്ഞതോടെ തൻ്റെ ഹൃദയഭാരം ലഘൂകരിക്കപ്പെട്ടതുപോലെയാണ് ജാനറ്റിന് തോന്നിയത്. ഇനി റോയ് സൈമൺ തന്നെ കാണാൻ വരുന്നതോ തന്നോട് മിണ്ടുന്നതോ തൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമല്ല. അത് കൈകാര്യം ചെയ്യേണ്ടത് തൻ്റെ വീട്ടുകാരാണ്. എമിലി അടുത്ത ദിവസം ഡെന്നിച്ചിനെ ഒരു ചുമതല ഏൽപ്പിച്ചു. സ്കൂളിലോട്ട് പോകുമ്പോഴും വരുമ്പോഴും നീ ഇവളുടെ കൂടെ നിൽക്കണം കേട്ടാ. ഇവളെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ വേറെ കൂട്ടം കൂടി പോകണ്ട. അത് ഡെന്നിച്ചിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെന്താ അമ്മ അങ്ങനെ? എടാ, ആ സൈമൺ മുതലാളിൻ്റെ മകൻ ഇവളുടെ പുറകിന് നടന്ന് ശല്യപ്പെടുത്തണമെന്ന്. ഡെന്നിച്ചൻ ജാനറ്റിനെ നോക്കി. ശരിയാണോ എന്ന മട്ടിൽ. ഇവളുടെ പുറകിനോ? ആ, എന്തിന്? അവൻ്റെ അപ്പൻ്റെ സൂക്കേട് തന്നെ അവനും. അവനെന്താ കണ്ണുപൊട്ടനാണോ? നിന്നോട് പറഞ്ഞ കാര്യം നീ ചെയ്താൽ മതി, കേട്ടല്ലോ? ആ, വാടി. ഡെന്നിച്ചൻ തിണ്ണയിൽ നിന്ന് മുറ്റത്തേക്കിറങ്ങി. സ്കൂൾ ബാഗ് അവൻ്റെ ചുമലിൽ തൂക്കിയിട്ടിട്ടുണ്ട്. ഇനിയെങ്കിലും ഇവൻ്റെ എടി വിളിയൊന്ന് നിർത്തിക്കമ്മേ. അവൻ്റെ ചേച്ചിയല്ലേ ഞാൻ. ചേച്ചിന്ന് വിളിക്കണ്ട, പേര് വിളിച്ചൂടെ ഇവന്? നിന്നെ ബഹുമാനിക്കണമെന്ന് അവന് തോന്നണ കാലത്ത് ബഹുമാനിക്കട്ടെ. ഇപ്പം നിർബന്ധിച്ച് ഒരു തവണ ചേച്ചിന്ന് വിളിപ്പിച്ചാലും അവൻ പിന്നെ നിന്നെ എടീന്ന് തന്നെ വിളിക്കും. എമിലി പറഞ്ഞു. എനിക്കറിയാം അമ്മ ആൺമക്കളുടെ സൈഡാ. ജാനറ്റ് പരിഭവിച്ച് പറഞ്ഞിട്ട് മുറ്റത്തേക്കിറങ്ങി. ബാഗിൻ തൂക്കി അവൾ ഡെന്നിച്ചൻ്റെ പിറകെ നടന്നു നീങ്ങുന്നത് എമിലി നോക്കി നിന്നു. ഡെന്നിച്ചൻ്റെ കൂടെ നടന്നു പോകുന്നതിനിടയിൽ ജാനറ്റ് പതിവില്ലാതെ പരിസരങ്ങൾ നിരീക്ഷിച്ചു. എവിടെയെങ്കിലും ഒരിടത്ത് അവൻ റോയ് സൈമൺ തന്നെയും കാത്ത് ബൈക്കിൽ ഇരിപ്പുണ്ടാവുമെന്ന് അവൾ സങ്കല്പിച്ചു. അവൻ അങ്ങനെ കാത്തു നിന്നോട്ടെ. വേണമെങ്കിൽ തന്നെ നോക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്തോട്ടെ. ശല്യപ്പെടുത്താതിരുന്നാൽ മതി. കാരക്കാട്ട് സൈമൺ മുതലാളിയുടെ മകന് തന്നോട് ഇഷ്ടം തോന്നിയെങ്കിൽ, അവൻ തന്നെ പ്രേമിക്കുന്നെങ്കിൽ അതോർത്ത് രഹസ്യമായി അഭിമാനിക്കുന്നതിൽ തെറ്റൊന്നുമില്ലെന്ന് ജാനറ്റിന് തോന്നി. പക്ഷേ താനങ്ങോട്ട് ഒന്നിനുമില്ല. മുഖമുയർത്തി അവനെ നോക്കുകയുമില്ല, പുഞ്ചിരിക്കുകയില്ല, അവനോട് സംസാരിക്കുകയുമില്ല. മൺവഴിയിൽ നിന്ന് ടാർ നിരത്തിലേക്ക് ഇറങ്ങി നടന്നു പോകുമ്പോൾ ജാനറ്റ് കാതോർത്തു. വിദൂരമായ ആകാശത്ത് ഇടികുടുങ്ങുന്ന പോലുള്ള ശബ്ദം കേൾക്കാനുണ്ടോ? അവൻ്റെ ബുള്ളറ്റിൻ്റെ ശബ്ദം. എവിടെയോ ഒരു ബൈക്കിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അത് മറ്റേതോ ബൈക്കാണെന്ന് കണ്ടപ്പോൾ നിരാശ തോന്നി. അന്ന് ക്ലാസ്സിൽ ചെന്നിരുന്നിട്ടും അവൾക്ക് പഠനത്തിൽ ഏകാഗ്രത കിട്ടിയില്ല. അവളുടെ മനസ്സ് എവിടെയൊക്കെയോ പിടിവിട്ടലഞ്ഞു. അരുത് അരുത് എന്ന് വിലക്കിയിട്ടും അതടങ്ങുന്നില്ല. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ജാനറ്റിനോട് ഇഷ്ടം പ്രകടിപ്പിച്ച ആൺകുട്ടികളുണ്ടായിരുന്നു.
അവൾക്കും ചിലരോട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അത് പക്ഷേ പ്രേമമായി വളർന്നില്ല. ഇഷ്ടം കലർന്ന ചില പുഞ്ചിരികൾ, സ്വയം മറന്ന ചില നോട്ടങ്ങൾ, പരസ്പരം കാണുമ്പോഴുള്ള ആഹ്ലാദവും കൗതുകവും, അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന ഇഷ്ടങ്ങൾ തുറന്നു പറയാനാകാതെ, അത് എത്രത്തോളം ഉണ്ടെന്ന് പരസ്പരം തിരിച്ചറിയാനാകാതെ അവയെല്ലാം മങ്ങിപ്പോയി. അല്ലെങ്കിൽ തന്നെ വിധേയത്വത്തോടെ സ്നേഹിക്കാനും വിശ്വസിക്കാനും ആശ്രയിക്കാനും പറ്റിയ കരുത്തനായ പുരുഷൻ അവരിൽ ആരിലും രൂപം കൊണ്ടിരുന്നുമില്ല. ജാനറ്റിൻ്റെ സമപ്രായക്കാരായ ആൺകുട്ടികൾ, ജീവിതത്തിൻ്റെ ബലവും വിലയും അറിയാത്തവർ, 15ഉം 16ഉം വയസ്സു മാത്രം പ്രായമുള്ള ആ ആൺകുട്ടികളെല്ലാം മീശ മുളയ്ക്കാത്തവരും വലിപ്പം കുറഞ്ഞവരുമായിരുന്നു. +1 ചേർന്നപ്പോഴും വലിയ മാറ്റമൊന്നും കണ്ടില്ല. 15 വയസ്സായ പെൺകുട്ടിക്ക് 17-ലെത്തിയപ്പോൾ കിട്ടിയ വളർച്ച അതേ പ്രായത്തിലുള്ള ആൺകുട്ടികൾക്കുണ്ടായില്ല. ഇപ്പോൾ വന്നവൻ കാരയ്ക്കാട്ട് സൈമൺ തരകൻ്റെ പുത്രൻ അക്കാര്യത്തിൽ എല്ലാം തികഞ്ഞവനാണെന്ന് ജാനറ്റിന് തോന്നി. അവൻ്റെ മുഖം ശരിക്കും നോക്കാനുള്ള ധൈര്യമില്ലായിരുന്നു. എങ്കിലും ഭംഗിയുള്ള മുഖമാണെന്നാണ് തോന്നിയത്. ചെറിയ ഊശാന്തായിടും കറുത്ത മീശയും വെളുത്തിട്ടാണ്. ബൈക്കിൽ അവൻ്റെ ഇരിപ്പ് കാണാൻ ഒരു ഗാംഭീര്യമുണ്ട്. കാരയ്ക്കാട്ട് സൈമൺ മുതലാളിയുടെ മകൻ തന്നെ പ്രേമിക്കുക, താനത് അവഗണിക്കുക, അതിലൊരു രസമുണ്ട്. ആ പ്രേമം ഒരിടത്തും എത്താൻ പോകുന്നില്ലെന്ന് ജാനറ്റിനറിയാം. കാരണം നിഷിദ്ധമായ ബന്ധമാണത്. മറ്റെല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി വന്നാലും ആ പ്രേമം സാഫല്യത്തിലെത്തുകയില്ല. അങ്ങനെയല്ലെങ്കിൽ തന്നെയും സൈമൺ മുതലാളിയുടെ മകൻ ഒരിക്കലും തന്നെ കല്യാണം കഴിക്കാൻ പോകുന്നില്ലെന്ന് അവൾക്കറിയാം. ഇത് വെറും ഒരു കൗതുകം മാത്രം. വൈകുന്നേരം സ്കൂൾ വിട്ടു വരുമ്പോഴും മനസ്സറിയാതെ ജാനറ്റിൻ്റെ മിഴികൾ സൈമൺ തരകൻ്റെ മകനെ തേടി. പക്ഷേ അവനുമില്ല, ബുള്ളറ്റുമില്ല. അപ്പോൾ അതവൻ്റെ വെറും ഒരു തമാശയായിരുന്നു. ജാനറ്റ് നെടുവീർപ്പിട്ടു. അടുത്ത 2 ദിവസവും അങ്ങനെ തന്നെ പോയി. ശനിയും ഞായറും ക്ലാസ്സില്ലായിരുന്നു. റോയ് സൈമണിൻ്റെ ശല്യം പിന്നീടുണ്ടാകാത്തതിൽ എമിലി വളരെ സന്തോഷിച്ചു. അത് അവൻ്റെ ഒരു കളിയാക്കലായിരുന്നുവെന്ന് സ്വയം വിശ്വസിപ്പിച്ചു. ഡെന്നിച്ചൻ രാവിലെയും വൈകുന്നേരവും ജാനറ്റിനെ ഒറ്റയ്ക്ക് വിട്ട് അവൻ്റെ കൂട്ടുകാരോടൊപ്പം കൂടി. തിങ്കളും പ്രശ്നങ്ങളില്ലാതെ കടന്നുപോയി. അതിനടുത്ത ദിവസം രാവിലെ തന്നെ റോയ് സൈമൺ ബൈക്കിൽ കടപ്പുറത്ത് ഒന്ന് വന്നിട്ട് തിരികെ പോയി. ജാനറ്റ് സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ എവിടെ നിന്നോ അവൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇടിമുഴക്കം പോലൊരു ശബ്ദം ആ പരിസരത്തും അവളുടെ നെഞ്ചിലും പ്രകമ്പനം കൊണ്ടു. കരിയിലകളും പൊടിയും പറത്തി അവൻ മൺവഴിയിൽ നിന്ന് ടാർ നിരത്തിലേക്ക് പാഞ്ഞുപോയി. ചക്രവാളത്തിൽ എവിടെയോ നിന്ന് ജാനറ്റ് അതിൻ്റെ മാറ്റലുകളും കേട്ടു. പിന്നീട് സ്കൂളിൽ എത്തുന്നതുവരെ അവനെ കണ്ടതേയില്ല. വൈകുന്നേരം സ്കൂൾ വിട്ട് അവൾ കൂട്ടുകാരികൾക്കൊപ്പമാണ് വന്നത്. ടാർ റോഡിൽ നിന്ന് ചെല്ലിക്കടപ്പുറത്തേക്ക് തിരിയുന്ന മൺവഴി വരെ ഒരു ശല്യവും ഉണ്ടായില്ല. കൂട്ടുകാരികൾ പല വഴിക്ക് പിരിഞ്ഞു പോയ ശേഷം ജാനറ്റ് ചക്രവാളത്തിൽ നിന്ന് ആ ശബ്ദം കേട്ടു. അവൾ നടപ്പിന് വേഗം കൂട്ടിയെങ്കിലും അതുകൊണ്ട് ഫലമൊന്നും ഉണ്ടായില്ല. ഒരു വന്യമൃഗത്തെ പോലെ അവളെ വേട്ടയാടി വന്ന ആ ശബ്ദം അവളുടെ തൊട്ട് മുന്നിൽ വന്നു കിതച്ചു. ജാനറ്റിൻ്റെ നെഞ്ചിടിപ്പ് നിലച്ചു. 4-5 ദിവസം മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, അതിന് മറുപടി കിട്ടണം, റോയ് സൈമൺ അവളോട് ആവശ്യപ്പെട്ടു. ജാനറ്റ് ഒന്നും പറയാതെ തല താഴ്ത്തി നിന്നു. ചോദിച്ചത് കേട്ടോ? എനിക്ക് മറുപടി കിട്ടണം. അവൾ മുഖമുയർത്തുന്നില്ലെന്ന് കണ്ട് റോയ് സൈമൺ കൈനീട്ടി അവളുടെ താടി പിടിച്ചു പൊന്തിച്ചു. ജാനറ്റ് ഞെട്ടിപ്പോയി. നിനക്കെന്താ, മുഖത്ത് നോക്കി വാക്ക് പറഞ്ഞാൽ? ജാനറ്റിൻ്റെ കണ്ണ് നിറഞ്ഞു. അവളുടെ ഉടൽ വിറപൂണ്ടു. എനിക്കൊന്നും പറയാനില്ല. തൊണ്ട വരണ്ട് അവൾ ഞരങ്ങി. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഐ ലവ് യു. നിനക്കെന്നെ ഇഷ്ടമാണോ എന്നാണ് ചോദ്യം. അല്ലെന്നോ ആണെന്നോ പറയാം. അല്ല, ജാനറ്റ് വിപതി ധൈര്യത്തിൽ പറഞ്ഞു. എന്തുകൊണ്ട്? ജാനറ്റ് അവൻ്റെ കയ്യിൽ നിന്ന് മുഖം കുടഞ്ഞെടുത്തു. ബുള്ളറ്റിനെ വെട്ടിയൊഴിഞ്ഞു പോകാൻ ഭാവിച്ചപ്പോൾ അവൻ തടഞ്ഞു. കാരയ്ക്കാട്ട് സൈമൺ തരകൻ്റെ മോനാ ഞാൻ. എന്നെ ഒഴിവാക്കി രക്ഷപ്പെടാൻ നോക്കണ്ട. പറഞ്ഞിട്ട് പോ. നിങ്ങളൊക്കെ വലിയവരല്ലേ, ഞങ്ങൾ പാവങ്ങളെ വെറുതെ വിട്ടേക്ക്. ഇത്രയുള്ളോ കാരണം? എന്നോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എന്നെ ഇങ്ങനെ നോക്കാൻ പോലും പാടില്ല. എല്ലാം അറിഞ്ഞോണ്ടല്ലേ? എന്തറിഞ്ഞോണ്ടല്ലേ എന്ന്? ശൗര്യക്കുട്ടി എൻ്റെ ആങ്ങളെയാ. ശൗര്യക്കുട്ടിയുടെ അപ്പൻ ആരാണെന്നറിയാവല്ലോ. അത്രയുള്ളോ? ശൗര്യക്കുട്ടി അങ്ങ് ചത്താൽ തീരുന്ന ബന്ധമല്ലേ ഉള്ളൂ. പിന്നെ വല്ലതും ബാക്കിയുണ്ടോ? അവൻ പറയുന്നത് കേട്ട് ജാനറ്റ് നടുങ്ങി. ഞാൻ ഇനിയും വരും. നീ എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് വരെ വരും. അവൻ വലം കൈ ഹാൻഡിലിൽ വെച്ചു. ത്രോട്ടിൽ തിരിച്ചപ്പോൾ ഭൂമിക്കടിയിൽ ഇടിമുഴങ്ങുന്ന പോലെ ശബ്ദമുണ്ടായി. അടുത്ത നിമിഷം ബൈക്ക് പാഞ്ഞുപോയി. ജാനറ്റിൻ്റെ കാലുകൾക്ക് ജീവൻ വെച്ചു. വീട്ടിലേക്ക് നടക്കുമ്പോൾ അല്പം മുമ്പ് നടന്നതെല്ലാം സ്വപ്നമായിരുന്നുവെന്ന് അവൾക്ക് തോന്നി. ഇത്തവണയും അവൾ സംഭവിച്ചതൊന്നും വീട്ടിൽ പറഞ്ഞില്ല. അവൾ മുറിയിൽ ചെന്നിരുന്ന നഖം കടിച്ച് ആലോചനയിൽ മുഴുകി.
അവളുടെ മനസ്സിൽ അവൻ ഒരേ സമയം തന്നെ ധീരനായകനും വില്ലനുമായി. അവൻ ആരെയും കൂസാതെ നിർഭയനായി തൻ്റെ മുന്നിൽ വന്ന് അവൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. അവനെ ഇഷ്ടമില്ലെങ്കിൽ അതിൻ്റെ കാരണം തുറന്നു പറയണമെന്ന് ആവശ്യപ്പെട്ടു. അത് ധീരോദാത്തമായ പ്രകടനമായിരുന്നു. തൻ്റെ താടി പിടിച്ചുയർത്തിയത് പോലും ക്ഷമിക്കാം. സിനിമയിൽ അവൾ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പ്രണയിക്കാൻ വന്നതിലാണ് അവൻ്റെ വില്ലത്തരം. മാത്രമല്ല, ശൗര്യക്കുട്ടി ചത്തുപോയാൽ ആ ബന്ധം അവശേഷിക്കില്ലല്ലോ എന്നൊരു വാചകവും പറഞ്ഞു. ശൗര്യക്കുട്ടിയെ കൊല്ലണമെന്നുദ്ദേശിച്ച് പറഞ്ഞതായിരിക്കില്ല. അത്ര നിസ്സാരമായ ബന്ധമേ ഉള്ളൂ എന്ന് ഉദാഹരണം പറഞ്ഞതായിരിക്കാം. എന്നാലും അതും വില്ലത്തരമായി പോയി. ശൗര്യക്കുട്ടി ഇല്ലാതായാൽ ആ ബന്ധം എങ്ങനെ മാഞ്ഞു പോകും എന്ന് ജാനറ്റ് ആലോചിച്ചു പോയി. ശൗര്യക്കുട്ടിയാണ് ഈ കുടുംബത്തെയും കാരക്കാട്ട് സൈമൺ തരകൻ്റെ കുടുംബത്തെയും രഹസ്യമായി ബന്ധിപ്പിക്കുന്ന ഒരേയൊരു കണ്ണി. ശൗര്യക്കുട്ടി ഇല്ലെങ്കിൽ താനും റോയ് സൈമണും അന്യരാണ് എന്ന് ജാനറ്റ് കണ്ടെത്തി. ശൗര്യക്കുട്ടിയും റോയ് സൈമണും ബദ്ധവൈരികളെ പോലെ അവളുടെ മനസ്സിൽ നേർക്കുനേർ നിന്നു. ഈ ദ്വന്ദ്വയുദ്ധത്തിൽ ഒരാൾ മാത്രമേ ജയിക്കൂ. ജാനറ്റിന് അതോടെ സംശയങ്ങളെല്ലാം തീർന്നു കിട്ടി. ശൗര്യക്കുട്ടി ജയിക്കട്ടെ, റോയ് സൈമൺ തോറ്റുമടങ്ങട്ടെ. 4 വെളുപ്പിന് കടലിൽ പോയി 7 മണിയോടെ തിരിച്ചെത്തി. പൊന്തും വലയും കരക്കെടുപ്പിച്ച് മീൻ പെറുക്കുകയായിരുന്നു ശൗര്യക്കുട്ടിയും എമിലിയും. സൈമൺ തരകൻ്റെ സിൽബന്ദികൾ ഏലിയാസും ബ്രിട്ടോയും കൂടി വന്ന് ശൗര്യക്കുട്ടിയുടെ മീൻ സൈമൺ തരകൻ്റെ കീഴിൽ ലേലം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ചെല്ലിക്കടപ്പുറത്തെ തരകൻ സൈമൺ മുതലാളിയാണ്. സൈമൺ മുതലാളിയുടെ അടുത്തുനിന്ന് ഞങ്ങളാരും പൈസ വാങ്ങിച്ചിട്ടില്ലല്ലോ, പിന്നെന്തിന്? എമിലി തർക്കിച്ചു. ഈ ചെല്ലിക്കടപ്പുറത്ത് ലേലം ചെയ്യണ മീനെല്ലാം സൈമൺ മുതലാളിൻ്റെയാണ്. ഒരു നീർക്കോലി ചെക്കൻ മാത്രം അങ്ങനെ സ്വന്തമായിട്ട് മീൻ പിടിച്ച് വിൽക്കണ്ട. അത് പറയാൻ നിങ്ങൾക്കെന്താ അവകാശം? നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വല്ലതും വാങ്ങിയിട്ടുണ്ടോ? ഈ കടപ്പുറം സൈമൺ മുതലാളിൻ്റെയാണ്. ഇവിടെ പൊന്ത് കയറ്റി വെക്കണമെങ്കിൽ, ഇവിടെ മീൻ വിൽക്കണമെങ്കിൽ മുതലാളിക്ക് കമ്മീഷൻ കൊടുക്കണം. കടപ്പുറം സൈമൺ മുതലാളിൻ്റെയാ? ആര് പറഞ്ഞു സൈമൺ മുതലാളിക്ക് പട്ടയമുള്ള കടപ്പുറത്ത് ഞങ്ങളാരും മീൻ വിൽക്കത്തില്ല? ഇത് തെര വന്ന് പോണ കടപ്പുറമാ. ഈ കടലും മീനും ആരുടെയും സ്വന്തമല്ല. എമിലി പറഞ്ഞത് വാസ്തവമായിരുന്നു. സൈമൺ തരകൻ്റെ പട്ടായ ഭൂമിയുള്ള കടപ്പുറത്ത് ശൗര്യക്കുട്ടി മീൻ കൊണ്ടുപോയി വിൽക്കാറില്ല. സൈമൺ തരകന് ഉടമാവകാശമുള്ള മണ്ണിൽ പൊന്ത് കയറ്റി വെക്കാറുമില്ല. ഇതിൻ്റെ കണക്ക് നിങ്ങളോട് സൈമൺ മുതലാളി ചോദിച്ചോളും. ഏലിയസ് ഭീഷണിപ്പെടുത്തി. ചോദിക്കാൻ ഇങ്ങ് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാം. പഴയ കാലമൊന്നുമല്ല ഇത്. എമിലിയും വിട്ടുകൊടുത്തില്ല. മീൻ പെറുക്കി കുട്ടയിലിട്ട് ശൗര്യക്കുട്ടിയും എമിലിയും തിരികെ പോന്നു. അന്നേ ദിവസം തന്നെ 2 തവണ കൂടി ശൗര്യക്കുട്ടി പൊന്തുമായി കടലിൽ പോയി വല നീട്ടി മീൻ പിടിച്ചു. വൈകുന്നേരം മീൻപിടുത്തം കഴിഞ്ഞ് വല തിരയിൽ കഴുകി മാടിയിട്ട് പൊന്ത് കരയ്ക്ക് കയറ്റി കമഴ്ത്തി വെച്ച് കിട്ടിയ മീനുമായി ശൗര്യക്കുട്ടി വീട്ടിലേക്ക് പോന്നു. പിറ്റേന്ന് പുലർച്ചെ പതിവ് പോലെ കടലിൽ പണിക്കിറങ്ങാനായി കടപ്പുറത്തെത്തിയ ശൗര്യക്കുട്ടി തറച്ചു നിന്നുപോയി. അവൻ്റെ പൊന്ത് പല കഷ്ണങ്ങളായി കരയിലും ബാക്കി കടലിലും കിടക്കുന്നു. അവൻ്റെ വല നീളത്തോട് നീളം കുത്തിക്കീറി നാമാവശേഷമാക്കിയിട്ടിരിക്കുന്നു. പൊന്ത് വെട്ടിക്കീറിയ തെർമോക്കോൾ കഷ്ണങ്ങൾ തിരകളിൽ പൊന്തിയും താണും അലയുന്നു. അടുത്ത ഭാഗം നാളെ.